അലീഷാൻ എന്നോട് പറയുന്നത് വീട്ടിൽ അന്ന് രാത്രിയാണ് വീട്ടിൽ സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞത് യത്തീമായിട്ട് കൊച്ചു വളരരുത്. ഞാൻ ഹിന്ദുവാണ്, അപ്പം ഹിന്ദുവായിട്ട് അവർക്ക് വളരുമ്പം അവർക്കത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും, അവരുടെ റിലീജിയനിൽ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പം അവർക്കത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടീനെ മതം മാറ്റണം, അതാണ് ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സ്വാഭാവികം അത് കേട്ടപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിനു മുൻപ് ഞാൻ തട്ടൊക്കെ ജസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും പുള്ളിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണെങ്കിലും ഇതിനെക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. കഞ്ചാവോ MDMA അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വെച്ച് എന്നെ പീഡിപ്പിക്കും. അതിനുള്ള 2 വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചേച്ചിയെ ഈ പറഞ്ഞ പോലെ LSD സ്റ്റാമ്പ് എന്തോ ഫ്ലാറ്റിനകത്തോ വീടിനകത്തോ എങ്ങോട്ടൊക്കെ വെച്ചിട്ട് പിടിപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. NDPS കേസിൻ്റെ പേരിൽ പിടിപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അവർ സ്വാഭാവികം ബ്ലഡ് എടുത്തു, വീണ്ടും നോക്കിയപ്പം കുട്ടി അവരുടെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെയാണ് ഈ ഗർഭം പറയുന്നത്. പക്ഷെ അവർക്ക് ഈ പ്രഗ്നൻസി വേണ്ട, എങ്ങനെയും കളഞ്ഞേ പറ്റുള്ളൂ. സ്ത്രീകളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അടക്കം പറയാറുണ്ട് ഇല്ലേ? ആ സർക്കാരുടെ പോലീസുകാരല്ലേ എന്നോട് ഇത്രയും ക്രൂരതകൾ കാണിച്ചത് അല്ലേ? ഞാൻ എന്തോരം പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കൊച്ചിനെയും വെച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക്. പോലീസുകാരുടെ ഞാൻ ഇവിടെ വന്ന് കരയണ എൻ്റെ 10 മടങ്ങ് ഞാൻ ഈ പറയുന്ന എല്ലാവരുടെ മുന്നിൽ ഞാൻ പോയി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിന്നെ ഞാൻ കുറ്റക്കാരിയാക്കുന്ന സത്യം എന്താണെന്ന് അറിയാം, അതല്ലേ വേണ്ടത്? ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഞാൻ നല്ലതാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. സത്യം മനസ്സിലാക്കുക. ആളെന്നോട് പറഞ്ഞത് കുട്ടി മതം മാറണം. അലി പറഞ്ഞു, അനുസരിച്ചില്ല. അപ്പോൾ ഇവരൊരു FIR ഇട്ടു, എന്നെ CAന്റെ രൂപത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ കുട്ടി വളർന്നോട്ടെ എന്ന് വിചാരിക്കാതെ അവരുടെ മതത്തിലോട്ട് കുട്ടിനെ മാറ്റാൻ പറഞ്ഞിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അവരുടെ കയ്യിൽ സേഫ് അല്ല എൻ്റെ കൊച്ച്. ഒന്നില്ലെങ്കിൽ ഈ മതം മാറണം എന്ന് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ കൊച്ചിനെ അവർ കൊല്ലും. ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ട യുവതിയുടെ വെളിപ്പെടുത്തലുമായി 2 വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിന്ദു വിശ്വാസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് കീഴിൽ ഒട്ടേറെ കമന്റുകൾ കണ്ടു. എന്തുകൊണ്ട് നിങ്ങൾ വേട്ടക്കാരന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല? ഇരയാക്കപ്പെട്ട യുവതിയുടെ മുഖം മറച്ചുകൊണ്ട് അവൾ കള്ളങ്ങളല്ലേ ഇരുന്ന് പറയുന്നത് എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ കണ്ടു. മെയിനായും ഞാൻ ഈ പറഞ്ഞതുപോലെ വേട്ടക്കാരന്റെ പേര് എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് പേടിയാണോ എന്നായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ദിനം തന്നെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ കമന്റിലൂടെ പിൻ ചെയ്ത ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ വേട്ടക്കാരന്റെ പേര് വെളിപ്പെടുത്തും, അത് ഒരു കോൺഗ്രസ് നേതാവാണ്, പറയാൻ ഞങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല എന്ന്. ഇന്ന് ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ വേട്ടക്കാരന്റെ പേരും അഡ്രസ്സും അടക്കം എല്ലാ കാര്യങ്ങളും ഈ ഇരയായ യുവതി വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ഈ 2 ദിവസങ്ങളിലായി പറഞ്ഞ ഇരയാക്കപ്പെട്ട യുവതി അനുഭവിച്ച ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾ മെയിനായ ആ സംഭവത്തിലേക്ക് വന്നില്ല. കുട്ടി ജനിക്കുന്നതുവരെ ഇരയാക്കപ്പെട്ട യുവതി അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. അവൾ 6 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഈ വേട്ടക്കാരൻ അവളെ നിർബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷൻ ചെയ്യുന്നതിനായി കൊണ്ടുപോയതും അതിൽ നിന്ന് അവൾ ഡോക്ടറുടെ കാലിൽ വീണ് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും 9ാം മാസത്തിൽ ഈ വേട്ടക്കാരനെ പേടിച്ച് അവൾ നിർബന്ധിതമായി C-സെക്ഷന് ചെയ്യേണ്ടി വന്ന് ആ കുട്ടിക്ക് ജന്മം നൽകിയതും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഇരയാക്കപ്പെട്ട യുവതി, ഈ വേട്ടക്കാരൻ ഈ ഇരയാക്കപ്പെട്ട യുവതിയെ ഹണി ട്രാപ്പ് കുടുക്കി ഈ കേസ് ഒന്നും അല്ലാതാക്കി തീർക്കാൻ വേണ്ടി ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. ആ ഹണി ട്രാപ്പിന്റെ കാര്യം വരെ വന്നാണ് നമ്മൾ നിന്നത്. എന്തായാലും ഇരയാക്കപ്പെട്ട ആ യുവതിയോട് തന്നെ നമുക്ക് ആദ്യം തന്നെ വേട്ടക്കാരന്റെ പേര് വെളിപ്പെടുത്തി തന്നെ നമുക്ക് ഈ ഇന്റർവ്യൂ മുന്നോട്ട് പോകാം. കോൺഗ്രസ്സുകാരനായ കാക്കനാട് എടച്ചിറ സ്വദേശിയായ അലിഷാന എന്നാണ് ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ പേര്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഹണി ട്രാപ്പിൽ നിങ്ങളെ കുടുക്കിയ ആ സംഭവം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹണി ട്രാപ്പിൽ കുടുക്കി ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞിരുന്നു, അത് അവർക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തലവെട്ടി മുന്നിൽ വയ്ക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞു.
കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നീട് വേറൊരു മുഖമാണ് ഈ അലിയുടെ ഭാഗത്തു നിന്നും പിന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ വില്ലനായ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വില്ലൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മതം മാറാൻ ആവശ്യപ്പെടുന്നത് ആ പോയിന്റിലാണ്. പറയൂ. അതെ, ഞാൻ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ 4 ദിവസമായപ്പം ഞാൻ എൻ്റെ എറണാകുളത്തേക്കാണ് ഞാൻ വരുന്നത് കൊച്ചിനെയും കൊണ്ട്. വന്നു കഴിഞ്ഞപ്പോഴും അലിയായിട്ട് സംസാരിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കുട്ടീനെ കണ്ടപ്പം അവർ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഉണ്ടായ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ അവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ വയറ് കീറി ഡോക്ടർ അങ്ങനെയെല്ലാം കാണിച്ചു കൊടുത്തത് കൊണ്ട് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ഡോക്ടർ എടുത്തത് സായി ഹോസ്പിറ്റലിലോട്ട് ഇവർ വീണ്ടും അരീഷാനെയും അയാളുടെ അളിയനായിട്ടുള്ള അൻസാരി, അതായത് നെന്മാറയിലുള്ള സായി ഹോസ്പിറ്റൽ, കൊല്ലങ്കോടുള്ള ഹോസ്പിറ്റൽ, കൊല്ലങ്കോടുള്ള, അതായത് നിങ്ങളുടെ വയറ് അബോർഷന് വേണ്ടി കൊണ്ടുപോയ ഹോസ്പിറ്റൽ, അവിടേക്ക് ചെന്ന് ആ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പം ആ ഡോക്ടറുള്ള സത്യങ്ങൾ പറഞ്ഞു. ആ കൊച്ചിങ്ങനെ കാലിൽ വീണ് അപേക്ഷിച്ചപ്പോൾ ഞാൻ ആ കൊച്ചിനെ കളഞ്ഞില്ല, അത് നിൻ്റെ കൊച്ച് തന്നെയാണെന്ന്. അത് ആ ഡോക്ടർ എന്നിട്ട് നമ്മളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ വോയിസ് റെക്കോർഡും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അത് പറഞ്ഞ ഉടനെ അതറിഞ്ഞപ്പോൾ പിന്നെ അലി എന്നെ വന്ന് കാണുകയും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഈ കുട്ടീനെ ആൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഫസ്റ്റത്തെ പുള്ളിൻ്റെ അലീഷാനിൻ്റെ ഡിമാൻഡ്. അതായിരുന്നു. പിന്നെ ആളെന്നോട് പറഞ്ഞത് കുട്ടീനെ എനിക്ക് പെട്ടെന്ന് ഇത് എൻ്റെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആളവിടെ കണ്ടത് ഒരു 5 മാസം പ്രായമുള്ള ഒരു കുട്ടിനെയാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അലീഷാൻ എന്നോട് പറഞ്ഞത് എനിക്ക് DNA ചെയ്യണം, DNA ചെയ്താൽ മാത്രം എനിക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞ് ഞാനപ്പം സമ്മതിച്ചു. കാരണം കുഴപ്പമില്ല, DNA ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അലിയും അലിൻ്റെ വക്കീലുള്ള ജസ്റ്റിൻ എങ്ങാനാണ് പേര്, ആ വക്കീലും കൂടെ വന്നിട്ട് വക്കീലിനറിയുന്ന ഒരു DNA സെന്ററിലാണ് DDRC എന്നും പറഞ്ഞിട്ടുള്ള പനമ്പള്ളി നഗറിലുള്ള ഒരു അവിടെ അവർ എൻ്റെ ഫ്ലാറ്റിലോട്ട് വരിക ചെയ്തത്. ഈ അലിൻ്റെ അഡ്വക്കേറ്റും ഈ DDRCയിലെ 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരും കൂടെ എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നിട്ട് കുട്ടീൻ്റെ ബ്ലഡ് എടുത്തിട്ട് പോയി. ബ്ലഡ് എടുത്ത് പോയി കഴിഞ്ഞിട്ട് അവരവിടെ സ്വാഭാവികമായിട്ടും പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. പിറ്റേ ദിവസം ബ്ലഡിൻ്റെ ചെറിയ എന്തോ ഒരു പ്രശ്നമായത് കാരണം കൊച്ചിനെ കൊണ്ട് വീണ്ടും പോവേണ്ടി വന്നു. അത് ഞാൻ ഈ അലിൻ്റെ വക്കീലിൻ്റെ കൂടെയാണ് ഞാൻ ചെന്നത്. അവർ സ്വാഭാവികം ബ്ലഡ് എടുത്തു വീണ്ടും നോക്കിയപ്പം കുട്ടി അവരുടെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടും ഡീറ്റെയിൽസും എനിക്ക് തന്നിട്ടില്ല. അതിനുള്ള റീസൺ അവർ പറഞ്ഞത് അവരാണ് ഇതിൽ പൈസ കൊടുത്തത്. അപ്പം അവർക്ക് ബോധ്യം വരണം. എനിക്ക് ബോധ്യമുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സത്യങ്ങൾ അറിയാൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ കുട്ടി ഇവരുടെയാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത്, അലിൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത്, കുട്ടി ഇവൻ്റെ ആണെങ്കിൽ കുട്ടീനെ അവർക്ക് അംഗീകരിക്കാം, അവർക്ക് ഓക്കെയാണ്, ഞാനത് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അതുകൊണ്ട് മാത്രം നമ്മളത് DNA-ക്ക് ഞാൻ കൊടുത്തത് തന്നെ. DNA ചെയ്തു, കുട്ടി അലിയുടെ തന്നെയാണ് എന്ന് തെളിഞ്ഞു. പക്ഷെ അതിനുശേഷം അലി വീണ്ടും പറയുന്നു കുട്ടിയെ വിൽക്കണം, അമേരിക്കയിലേക്ക് വിൽക്കണം, കുവൈറ്റിലേക്ക് വിൽക്കണം എന്നൊക്കെ പറയുന്നു. ഈ കുട്ടിയുടെ അച്ഛനാണ്, അല്ലെങ്കിൽ തന്തയാണെന്ന് ഞാൻ പറയുന്നില്ല, കുട്ടിയുടെ അച്ഛനാണെന്ന് തെളിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അലി വീണ്ടും ഈ കുട്ടിയെ എനിക്ക് വേണ്ട, കുട്ടിയെ വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു?
അലിക്ക് ഇത്രയും ദിവസം DNA ചെയ്യുന്നവരെയും ഇത് അലിൻ്റെ കുട്ടിയല്ല എന്നായിരുന്നു പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നത്. DNA ചെയ്തപ്പോൾ അലിൻ്റെ ആണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഈ കുട്ടി എങ്ങാനും അവരുടെ ഫാമിലിയിലൊരു പ്രശ്നങ്ങളായിട്ട് വരുമോ, അതല്ലെങ്കിൽ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു കുടുംബപരമായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തികളാണ്, അപ്പോൾ അതിൽ വല്ല പ്രശ്നങ്ങളാവുമോ, നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ കാണും എന്നുള്ള ഒരു ഇതിലായിരിക്കണം അതെന്നോട് പറഞ്ഞത്. അതും ഞാൻ അനുസരിക്കാതെ തുടർന്നാണ് പിന്നെ ഇവർ വീണ്ടും എന്നെ ദത്ത് കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിയായപ്പം ഞാൻ കേസായിട്ട് പോകുന്നറിഞ്ഞു. എന്ത് രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയത്? അതായത് കുട്ടിയെ ദത്ത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും എന്ത് രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയത്? ഇത് കൊച്ചിനെ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ പറയുന്നത് എന്നെ ഇവിടെ നിർത്തില്ല, പിന്നെ കഞ്ചാവോ MDMA അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വെച്ച് എന്നെ പീഡിപ്പിക്കും. അതിനുള്ള 2 വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഫ്രണ്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ചേച്ചിയെ ഈ പറഞ്ഞ പോലെ LSD സ്റ്റാമ്പ് എന്തോ ഫ്ലാറ്റിനകത്തോ വീടിനകത്തോ എങ്ങനെയൊക്കെ വെച്ചിട്ട് പിടിപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. NDPS കേസിൻ്റെ പേരിൽ പിടിപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ പുള്ളി അതൊന്നും അതിന് നോക്കിയില്ലെന്നാണ് പറഞ്ഞത്. അതാകുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ വാർത്താ പ്രാധാന്യം വരുമല്ലോ. ഈ പറഞ്ഞ പോലെ MDMAയോ LSD സ്റ്റാമ്പോ ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അതെന്തോ വണ്ടിക്കകത്തോ ഫ്ലാറ്റിനകത്തോ ഒക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സിൻ്റെ ഈ ഡാൻസറിൻ്റെ ആളുകൾ വന്നാൽ മതിയല്ലോ, അങ്ങനെ വന്ന് പിടിപ്പിക്കാനായിരുന്നു ഈ പറഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നീട് ആ പ്ലാൻ മാറ്റിയെന്നാണ് പറഞ്ഞു പുള്ളിയുടെ ഫ്രണ്ട് പറഞ്ഞതാണ്. ഇവരും ഇവരുടെ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്ന അവരാണ് നമ്മൾക്കത് ഫോർവേഡ് ചെയ്ത് തരുകയും ചെയ്തത്. അതായത് നിങ്ങളെ ഈ ഫ്ലാറ്റിൽ ഇത് വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടിയില്ല? എൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഓൾറെഡി ഇവർ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ഒരു FIR ഇവരുടെ കയ്യിലുണ്ട്. വീണ്ടും എന്നെ ഏതെങ്കിലും വണ്ടിയിൽ കയറ്റാം എന്നുള്ളൊരു രീതിയിലാണ്, വണ്ടി ഇടിച്ച് ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇവരിപ്പോൾ പ്ലാനിങ്ങിലാണ് ശരിക്കും പറഞ്ഞു. നിലവിൽ ഇപ്പോഴും ഇപ്പോൾ ഈ നിമിഷം വരെയും അത് തന്നെയാണ് അവരിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ കേസ് കൊടുക്കുന്ന അറിഞ്ഞപ്പോൾ അലിൻ്റെ പേരിലൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, അലിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അലി പറഞ്ഞത് കുട്ടീനെ അംഗീകരിക്കണമെങ്കിൽ കൊച്ചിൻ്റെ പേര് മുസ്ലിം തന്നെ വെക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിക്ക് പേര് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കുട്ടീൻ്റെ പേര് ആലിം എന്നാക്കിയിരിക്കുന്നത്. ആലിം എന്നാണ് ഇപ്പോൾ കൊച്ചിന്റെ പേര്. ഒരു മുസ്ലിം പേര് വെച്ചു കഴിഞ്ഞാൽ കുട്ടീനെ അംഗീകരിക്കാം എന്നും പറഞ്ഞ് ഇവർ പറഞ്ഞ പ്രകാരം നമ്മളത് എഴുതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പരാതിയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അപ്പം കുട്ടിയുടെ പേര് അംഗീകരിച്ചു, ആലിം എന്ന് പറഞ്ഞ പേരും വെച്ചു. പിന്നെ എവിടെയാണ് വീണ്ടും പ്രശ്നത്തിന് അരി വരുന്നത്? അത് ഞങ്ങൾ കോടതി വഴി കുട്ടീനെ മീഡിയേഷൻ വഴി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ കോടതിയിൽ അലിയും ഞാനും കൂടെ പോയിട്ട് കോടതി വഴി കുട്ടീനെ അംഗീകരിക്കുകയും എൻ്റെ പേരിലൊരു കള്ളക്കേസ് ഹണി ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കേസും ക്യാൻസൽ ആക്കാം. പിന്നെ കുട്ടിക്ക് അപ്പൊ കള്ളക്കേസാണ് അലി കൊടുത്തതെന്ന് അലി നിങ്ങളുടെ അടുത്ത് സമ്മതിച്ചിരുന്നു അല്ലേ? എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഇവൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സജീവൻ എന്ന് പറഞ്ഞ CSRക്ക് എനിക്ക് കേസ് താല്പര്യമില്ല, ഞങ്ങളിത് പറഞ്ഞ് തീർത്തു എന്നും പറഞ്ഞിട്ട് ഇവൻ ഫെബ്രുവരിയിലെടുത്ത കേസ് ഏപ്രിൽ മെയിലെങ്ങാനും ഇവൻ അവിടെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഗർഭിണിയാകുന്ന അതേ സമയത്ത് നിങ്ങൾക്കെതിരെ ഒരു ഹണി ട്രാപ്പ് കേസ് ഫയൽ ചെയ്തു ഈ പറയപ്പെടുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള അലി ഷാന. അതെ, വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം. അത് കഴിഞ്ഞ് കുട്ടീനെ ഡിസംബർ 4-ാം തീയതിയാണ് മീഡിയേഷൻ വഴി ഇവൻ അംഗീകരിക്കുന്നത്. ഈ പറയുന്ന അലീഷാന കുട്ടീനെ അംഗീകരിച്ചിട്ട് അന്ന് രാത്രി എന്നെ വിളിക്കുകയാണ്. കാരണം നമ്മൾ 4-ാം തീയതി കുട്ടീനെ അംഗീകരിച്ചു, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. എടച്ചറിയിലോട്ട് വരാൻ പറയുന്നു. ഞാൻ എടച്ചറിയിലോട്ട് ചെന്ന് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് അലീഷാൻ എന്നോട് പറയുന്നത് അന്ന് രാത്രിയാണ് വീട്ടിൽ സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞത് യത്തീമായിട്ട് കൊച്ചു വളരരുത്, ഞാൻ ഹിന്ദുവാണ്, അപ്പം ഹിന്ദുവായിട്ട് അവർക്ക് വളരുമ്പം അവർക്കത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും, അവരുടെ റിലീജിയനിൽ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പം അവർക്കത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടീനെ മതം മാറ്റണം, അതാണ് ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സ്വാഭാവികം അത് കേട്ടപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിനു മുൻപ് ഞാൻ തട്ടൊക്കെ ജസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും പുള്ളിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണെങ്കിലും ഇതിനെക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പം ഞാനത് അതായത് മതം മാറുന്നതിനെ പറ്റി നിങ്ങളുടെ അടുത്ത് നേരത്തെ സംസാരിച്ചിട്ടില്ല? ഇല്ല. പക്ഷേ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് പറയുന്നത്.
കുട്ടി അവർ ഫസ്റ്റ് കുട്ടീനെ അവരുടെ എല്ലാം വിചാരിച്ചത് കുട്ടീനെ അംഗീകരിക്കേണ്ടി വന്നപ്പോഴാണ് മതം മാറണം എന്ന് പറഞ്ഞത്. അപ്പം ഞാനത് അനുസരിച്ചില്ല. പിന്നെ അവിടെ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കമായി. അന്ന് രാത്രി ഒരു 12 മണി വരെ ഞങ്ങൾ അവിടെ സംസാരം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് രണ്ടുപേരും ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം അലിയുടെ വൈഫ് ഞാൻ അവരുടെ വീട്ടിൽ കയറി, അതിക്രമിച്ച് കയറി, അവരുടെ കുട്ടികളെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മുടെ സജീവൻ എന്ന് പറഞ്ഞ CSR കൊണ്ട് കംപ്ലൈന്റ്. അതെ, അവർ വീണ്ടും എൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. എന്നോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റെന്താണെന്നും എന്നോട് ചോദിച്ചിട്ടില്ല, FIR ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ മതം മാറണം എന്നും പറഞ്ഞപ്പം ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഈ സെയിം പോലീസ് സ്റ്റേഷനിലേക്കാണ്? അതെ, ഈ സെയിം പോലീസ് സ്റ്റേഷനിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സജിത്ര ഇവിടെ മതം മാറണം എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ കേസ് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അത് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ലേ? അതായത് മതം മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഫയൽ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചില്ലായിരുന്നോ? വേറെ പോലീസ് സ്റ്റേഷനിൽ വേറെ ആരെങ്കിലും ബന്ധപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ലേ? കാരണം ഓൾറെഡി നിങ്ങളെ കുരുക്കാൻ വേണ്ടിയിട്ട് ഈ CA കൂട്ടി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരത്തെ തന്നെ. അപ്പം അന്വേഷിച്ചിരുന്നോ? ഞാനത് അന്വേഷിച്ചു. കാരണം എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രത്തോളം പ്രശ്നമാവുമെന്ന്. ഇവർ നേരത്തെ മുതൽ ഇത് പറയുന്നുണ്ടെങ്കിലും ഞാനിത് ഇത്രത്തോളം വലിയ പ്രശ്നമാവും അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ അടുത്ത് മതം മാറാൻ പറഞ്ഞു, എൻ്റെ മതത്തിൽ തന്നെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം, അത് പറഞ്ഞാൽ അവരത് പിന്തിരിഞ്ഞ് പോവും എന്നാണ് ഞാൻ ആദ്യമല്ല വിചാരിച്ചത്. അത് ഇത്രയും വലിയ പ്രശ്നമാവും, മതം മാറാത്തത് കൊണ്ട് എന്നെ കൊല്ലാൻ വരെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് മറ്റുള്ളവരെ കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി, മതം മാറിയില്ലെങ്കിൽ എന്നെ ഇവിടെ നിർത്തത്തില്ല, പിന്നെ എൻ്റെ പേരിൽ കള്ള FIR ഇടുക. CA തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു FIR കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കാപ്പ ചുമത്തി അകത്തിടുന്നു CA തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ലവ് ജിഹാദിന് ഈ CAയും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ അലി ഷാന എന്ന് പറയുന്ന വ്യക്തി ശരിക്കും വ്യക്തിയുടെ കയ്യിലായിരുന്നു മൊത്തത്തിൽ ഈ CA എന്ന് നമുക്ക് പറയാമല്ലേ? തീർച്ചയായിട്ടും എല്ലാത്തിനും പുള്ളി കൂട്ടി നിന്നു. തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യമായിട്ട് കേസ് കൊടുക്കാൻ പോയപ്പോൾ CA എന്നോട് പറഞ്ഞത് അലി ഷാന CAന്റെ ഫ്രണ്ടാണെന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ ഹക്കെയർ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് കൗൺസിലിങ്ങിന് അയച്ചിരിക്കുന്നത് ഇൻഫോ പാർക്ക് CA സജീവ് സാറാണ്. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. അപ്പം നിങ്ങൾ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്താനും CSR ആയിട്ട് ബന്ധപ്പെടാനും എന്താണ് കാരണമുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എനിക്കും അറിയാം അതായത് CSRൻ്റെ അടുത്തുനിന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വന്നിട്ട് എനിക്ക് റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ കഴിയില്ല. നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ CSRനെ ഏൽപ്പിക്കും. സജീവ് സാറിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് സജീവ് സാറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് മേടിക്കാം. അതാണ് അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ. ഓക്കെ? കാരണം നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ സെൻറ്ററിലേക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ തന്നെ എനിക്കും അറിയാം. ഓക്കെ? പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പം പുള്ളിക്കാരൻ CA എന്നോട് പറഞ്ഞത്, നീ ഒരു കള്ളിയാണ്. അത് അവരെന്തുദ്ദേശിച്ചാ പറഞ്ഞതെന്ന് അറിയില്ല. ഇപ്പം ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇപ്പോൾ വന്നിട്ടുള്ള അതേ സെയിം കാര്യമാണ് എനിക്കിപ്പോൾ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരെൻ്റെ പേരിൽ ചുമത്തിയുള്ള കേസ് എന്താണെന്നുള്ളത് മുതിർന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിൻ്റെ സത്യം എന്താണ്, അല്ലാതെ ഒരു CA പറഞ്ഞിട്ടാവരുത് ഞാൻ തെറ്റുകാരിയാണെന്ന് ആവരുത്. എൻ്റെ കയ്യിലുള്ള തെളിവ് എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല, ഒരാളും സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലുള്ള തെളിവ് കാണുമോ ആദ്യം, അത് കഴിഞ്ഞിട്ട് എന്നെ കല്ലെടുത്തെറിയേണ്ടവർക്ക് കല്ലെടുത്തെറിയാം, ചീത്ത പറയേണ്ടവർക്ക് ചീത്ത പറയാം. ഞാനത് ഇപ്പോഴും പറയുന്നില്ല. 4-ാം തീയതി എന്നെ കുട്ടീനെ മതം മാറ്റണമെന്ന് പറയുന്നു. ഞാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇവർ വീണ്ടും എൻ്റെ പേരിൽ ഒരു FIR ഇട്ടു. ആ FIRും ഹണി ട്രാപ്പുള്ള കേസും വെച്ചിട്ടാണ് എന്നെ പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ചോദിക്കാൻ ആരുമില്ല. എന്നെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിനെ ഇട്ടിട്ട് എനിക്ക് ഓടുന്നതിലൊരു പരിധികളുണ്ട്. 1.5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 6-ാം തീയതി ഡിസംബർ 6-ാം തീയതി അലി ഷാനിൻ്റെ ജ്യേഷ്ഠനായ അബ്ദു ഷാന, നമ്മുടെ തൃക്കാക്കരയിലെ വൈസ് ചെയർമാൻ ആയിരുന്നു, ഇപ്പം കൗൺസിലറാണ്. അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയും എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇൻഫോ പാർക്കിൽ എടച്ചറയിലുള്ള ഒജീന എന്നും പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഇയാളുടെ ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് അവിടത്തേക്ക് എന്നെ വരാൻ പറയാണ്.
ഞാൻ അവിടെ ചെന്നപ്പം അപ്പോൾ 1.5 മണിക്കൂർ വരെ എന്നെ ഭയങ്കരമായിട്ട് ഈ മതം മാറണം, മതം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു അവരെന്നോട് സംസാരിച്ചത്. കുട്ടിനെ എന്തായാലും അനിയനെ തെറ്റി പറ്റിപ്പോയി, കൊച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ആദ്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു, ഞങ്ങൾക്ക് പിന്നെ അത് ഉൾക്കൊണ്ടു. ഇനിയിപ്പോൾ അത് എന്തായാലും കേസും കാര്യങ്ങളായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി, അവരുടെ മക്കളുടെ കല്യാണം, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുട്ടിനെ അംഗീകരിക്കേണ്ടി വന്നു. ഞങ്ങളത് അലീഷാന കുട്ടിനെ അംഗീകരിക്കുകയും ചെയ്തു ഡിസംബർ 4-ാം തീയതി. അതിനുശേഷം ആളെന്നോട് പറഞ്ഞത് കുട്ടി മതം മാറണം. അലി പറഞ്ഞു, അനുസരിച്ചില്ല. അപ്പോൾ ഇവരൊരു FIR ഇട്ടു, എന്നെ CAന്റെ രൂപത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ അവിടെയും തളർന്നില്ല, ഞാൻ അവിടെയും അനുസരിച്ചില്ല. അപ്പോൾ അബ്ദു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മതം മാറണം, മതം മാറണം. പിന്നെ കുട്ടീനോട് മാത്രമാണ് മതം അല്ലല്ല, എന്നോട്, അതായത് എന്നോട് ഫസ്റ്റ് പറഞ്ഞത് കുട്ടീനെ വളർത്തുന്നത് ഞാനാണല്ലോ, അപ്പോൾ എൻ്റെ രീതികൾ കണ്ടിട്ട് വേണമല്ലോ കുട്ടികൾ വളരാൻ. അപ്പം എന്നോട് പറഞ്ഞത് പൊന്നാനിയിൽ ആൾക്ക് കണക്ഷൻ ഉണ്ട്, പൊന്നാനിയിൽ പോകും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഏകദേശം ഒരു 1.5-2 മാസം ആകുമ്പോഴേക്കും ഇതൊന്ന് ചൂടാറും. ആ സമയത്ത് കൊച്ചിനെയും സജിത്രയും കൂടെ പൊന്നാനിയിൽ പോവുക. ഫസ്റ്റ് മാറണം, മതം മാറണം. 3 മാസമാണ് മാറേണ്ടത്, ഇത് സ്വീകരിക്കുക. പിന്നെ കുട്ടീനെ പ്രസവിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരുടെ ചെവിയിൽ എന്തോ കുട്ടീനെ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു, ഓതുന്നത് എന്തോ ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. കുട്ടിക്ക് സുന്നത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം. പിന്നെ അത് കൂടാതെ തന്നെ കുട്ടി പേരിപ്പോൾ ഓൾറെഡി ആലിം എന്നാണ്, അപ്പോൾ അത് അവർക്ക് വിഷയങ്ങളില്ല. പിന്നെ അത് കഴിഞ്ഞ് കുട്ടി 1 വയസ്സ് മുതൽ 9 വയസ്സ് വരെ അവർ പറഞ്ഞ പള്ളിയിൽ പോയിട്ട് പഠിക്കണം. അതെനിക്ക് അവരുടെ അഫിഡവിറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇവരൊരു പെൻഡ്രൈവ് തന്നിട്ടുണ്ട്, അലീഷാന, അതെൻ്റെ കയ്യിലുണ്ട്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള അവർ തന്നിട്ടുള്ള ഡോക്യുമെന്റ്സിൽ കുട്ടീനെ അവർക്ക് വേണമെന്നുള്ളതും അതിൽ എഴുതിയിട്ടുണ്ട്. അത് അവരൊരു പെൻഡ്രൈവും തന്നിട്ടുണ്ട്, അഫിഡവിറ്റിയും അവരുടെ അഡ്വക്കേറ്റ് ഉള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സമ്മതിച്ചു. അതായത് 1 വയസ്സ് മുതൽ 9 വയസ്സ് വരെ അവർക്ക് കുട്ടീനെ വേണം. ഈ 9 വയസ്സ് കാലഘട്ടം വരെ മദ്രസയിൽ പോയി പഠിക്കണം. അതെ, അതിലാണ് പഠിക്കണം. അതായത് ഇവരുടെ മതം എന്താണെന്നുള്ളത് പഠിക്കണമെങ്കിൽ അത് ആൺകുട്ടിയാണല്ലോ, അവർ പ്രത്യേകം ഇങ്ങനെ പറഞ്ഞേ ആൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾക്കധികം പ്രശ്നങ്ങളില്ല, എളുപ്പത്തിൽ വരാം. ഇപ്പം എന്തായാലും ഒരു കൊച്ചിനെ പ്രസവിച്ചു, തെറ്റുപറ്റിപ്പോയി എൻ്റെ അനിയന്, പക്ഷേ ഇതാണെങ്കിൽ മാത്രമാണ് കുട്ടിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവരെന്നോട് പറഞ്ഞത് അവിടെ ഞാൻ എടച്ചറ താമസിക്കുന്നത് ഒരു മുസ്ലിംസിൻ്റെ ഫുൾ ഏരിയയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം ഞങ്ങളെ എതിർത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ റീസൺ അങ്ങനെയാണ്. ഒരു പീഡന പരാതി കൊടുത്തു, എന്നിട്ട് അതിൽ ഒരു നടപടിയും CA എടുത്തിട്ടില്ല. കുട്ടിൻ്റെ ഒരു ഒഫൻസോ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് എന്തും ചെയ്യാം, ആലോചിച്ച് പറയാം. ഇപ്പം ഞാൻ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി അതൊരു ഭീഷണി സ്വരത്തിൽ ഞാനത് സംസാരിക്കേണ്ട ഇതാവരുത്. പിന്നെ എൻ്റെ അനിയൻ്റെയും കൂടെ ഒരു കുട്ടിയാണത്, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനത് നടക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അവിടെ സംസാരിച്ചത്. പക്ഷെ ഞാൻ കൂടുതൽ, നമ്മളൊരു റെസ്റ്റോറൻ്റ് ആയ കാരണം കൂടുതൽ ഞാൻ അതിനൊന്നും നിൽക്കാൻ നിന്നില്ല. ഞാൻ മതം മാറാത്തതിനെ സംബന്ധിച്ച് അവർ എന്നെ മട്ടാഞ്ചേരിയിൽ അലീഷാനയ്ക്കെതിരെ ഒരു കേസുണ്ട്, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എൻ്റെ ഫ്ലാറ്റിലും വണ്ടിയിലും MDMA വെച്ച് പിടിപ്പിക്കുന്നും പറഞ്ഞു. പിന്നെ കൊച്ചിനെ കൊണ്ട് ഞാൻ പുറത്ത് എവിടെ പോയാലും എൻ്റെ പേരിലും കൊച്ചിൻ്റെ പേരിലും FIR ഇടണം, ഇവർക്ക് പോലീസ് സ്വാധീനങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെയാണ്. ഇപ്പം എൻ്റെ പേരിൽ നിരവധി FIR ഉണ്ട്, എന്തിനാ ഇട്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ പറയുന്നത്, അതിനുശേഷം അബ്ദുഷാന വീണ്ടും എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാനത് നമ്മുടെ തൃക്കാക്കരയിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, മതം മാറാത്തത് കൊണ്ട് വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ 3-ാം തീയതി അലീഷാന എൻ്റെ ഏപ്രിൽ 3-ാം തീയതി അലീഷാന വീണ്ടും എൻ്റെ വണ്ടി കാണുകയും അത് ഫോട്ടോ എടുത്ത് എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് വീണ്ടും പുറകെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അതും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അതിനൊന്നും നടപടിയില്ല. ഇപ്പം അവരിപ്പോൾ പറയുന്നത് കുട്ടി മതം മാറിയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ കുട്ടിനെ ഏത് മുഖേനയും എൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ കൊണ്ടുപോകും. നേരത്തെ അവർക്ക് വേണ്ടാത്ത കുട്ടിയാണ്, ഇപ്പം അവരുടെയാണെന്ന് അറിഞ്ഞപ്പം അവർക്ക് എന്നിൽ നിന്നും, അതായത് എന്നെ മതം മാറാമെന്നും പറഞ്ഞപ്പോൾ കേട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ അനിയൻ്റെ കുട്ടിയാണ്, ആ കുട്ടീനെ അവർക്ക് വേണം. അതായത് ഈ ഏപ്രിൽ 3-ന് നിങ്ങളുടെ പുറകെ വന്നു, നിങ്ങൾ പോയ കാറിൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ വീഡിയോ എടുത്ത് നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെട്ടു. അതായത് നിന്റെ പുറകെ മുഴുവൻ ഞാനുണ്ട്, നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് 24 മണിക്കൂറും 24/7 പോലെ അലീഷാനയും അലീഷാനയുടെ കൂട്ടരും നിങ്ങളുടെ പുറകെ ഉണ്ട്. അപ്പോൾ നിങ്ങളും കുട്ടിയും എത്രത്തോളം സേഫാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനും എൻ്റെ കുട്ടിയും ഒട്ടും സേഫ് അല്ല. കാരണം ഇവർ മതം മാറാൻ പറഞ്ഞപ്പം ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നത് കുട്ടീനെ അവർക്ക് വേണം. ഒന്ന് ആലോചിക്കുക, എൻ്റെ കൊച്ചിനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ എത്തിച്ചത്. അവർക്ക് ഈ കുട്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരൊറ്റ ഇതിലാണ് ആ കുട്ടീനെ ഞാൻ പ്രസവിച്ചു വന്നത്. ഇപ്പോൾ അവരുടെ കുട്ടിയാണെന്ന് പറഞ്ഞപ്പം
കുട്ടി വളർന്നോട്ടെ എന്ന് വിചാരിക്കാതെ അവരുടെ മതത്തിലോട്ട് കുട്ടീനെ മാറ്റാൻ പറഞ്ഞിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. എൻ്റെ കയ്യിൽ, അവരുടെ കയ്യിൽ സേഫ് അല്ല എൻ്റെ കൊച്ച്. ഒന്നില്ലെങ്കിൽ ഈ മതം മാറണം എന്ന് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ കൊച്ചിനെ അവർ കൊല്ലും, അതല്ലെങ്കിൽ എന്നിൽ നിന്ന് ആ കൊച്ചിനെ അവർ തട്ടിയിടും. എനിക്കിപ്പോൾ അത് വളരെ പേടിയുണ്ട്. ഞാൻ എവിടെ പോയിട്ട് ഇതിൻ്റെ പരാതി പറഞ്ഞാലും ഇവർ പുറകെ പോയിട്ട് അവരോട് ഓപ്പോസിറ്റാണ് സംസാരിക്കുന്നത്, എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട്. കാരണം ഇത് പുറത്ത് കൊണ്ടുവരാൻ അവർ സമ്മതിക്കുന്നില്ല. എനിക്ക് ഉറപ്പാണ് ഇത് പുറത്തു വന്ന് ഇത് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. അതിലോട്ട് എത്തിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഞാനിപ്പം എൻ്റെ കൊച്ചിനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ചാനലിലോട്ട് ഞാൻ വന്നത്. ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഇപ്പോഴത്തെ കാലത്ത് കാമുകന്മാരുടെ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ വിൽക്കാറുണ്ട്, കൊല്ലാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, ഇല്ലേ? ഞാൻ ആ കൊച്ചിനെ വളർത്തി, ഞാൻ അവരുടെ ഫേസിൽ പോലും ഞങ്ങൾ പോകാറില്ല. ആ കൊച്ചിനെ അത്രയും നല്ല രീതിയിൽ ഞാൻ എന്തോ, നിങ്ങൾക്ക് മക്കളുള്ളതല്ലേ, നമ്മളൊരു മക്കളെ വളർത്താൻ എത്രത്തോളം ഒരു ഫാമിലി എല്ലാവരും ഉണ്ടെങ്കിലാണ് നമ്മളൊരു കൊച്ചിനെ വളർത്തുന്നത്. ഇതെൻ്റെ കൊച്ചിന് ഞാൻ മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഞാൻ എന്നിട്ട് പോലും ഞാൻ അവർക്ക് ഒരു പ്രശ്നത്തിനോ കാര്യങ്ങൾക്കോ ഞാൻ പോവാറില്ല. പക്ഷെ അവർ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു. എനിക്കിത് പുറത്തറിയിക്കണം. കാരണം ഞാൻ അതിനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. കാരണം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഇത്ര, കാരണം ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും സ്ത്രീകളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അടക്കം പറയാറുണ്ട്, ഇല്ലേ? ആ സർക്കാരുടെ പോലീസുകാരല്ലേ എന്നോട് ഇത്രയും ക്രൂരതകൾ കാണിച്ചത്, അല്ലേ? ഞാൻ എന്തോരം പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കൊച്ചിനെയും വെച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ കൊച്ച് പ്രസവിക്കുമ്പോൾ മുതൽ ഇപ്പോൾ ആ കൊച്ചിനെ ഞാൻ ഓരോരവിടെ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് ഞാൻ ഇപ്പോൾ വരുന്നത്, ഇല്ലേ? പക്ഷെ വേറൊരു നമ്മൾക്കൊരാളിനെയും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ. ഞാൻ എന്നിട്ട് ഇത് പുറത്ത് സത്യങ്ങൾ എന്തായാലും പുറത്ത് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. എന്താണ് അവസാനമായിട്ട് ഇതിപ്പോൾ കാണുന്ന ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോടോ അല്ലെങ്കിൽ നമ്മുടെ CM-നോടോ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ CM-നെ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ അനുഭവങ്ങളും വെച്ചിട്ടാണ് ഞാൻ അയച്ചത്. പോലീസുകാരടുത്ത് ഞാൻ ഇവിടെ വന്ന് കരയണ എൻ്റെ 10 മടങ്ങ് ഞാൻ ഈ പറയുന്ന എല്ലാവരുടെ മുന്നിൽ ഞാൻ പോയി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിന്നെ ഞാൻ കുറ്റക്കാരിയാക്കുമ്പോൾ സത്യം എന്താണെന്ന് അറിയാം, അതല്ലേ വേണ്ടത്? ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. സത്യം മനസ്സിലാക്കുക. എന്നെ എന്തിനാണ് ഇങ്ങനെ മോശക്കാരിയാക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റക്കാരിയാക്കുന്നത്, അതിന്റെ സത്യങ്ങൾ അറിയാം. പിന്നെ എനിക്ക് ഇപ്പോഴും നീതി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ശരി, ഞാൻ ആളെ സ്നേഹിച്ചു, ആള് പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. എനിക്ക് 1.5 വയസ്സിലൊരു കൊച്ചുണ്ട്. ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തിട്ടോ? ആ കുട്ടി എന്തേലും അറിയുന്നുണ്ടോ? ഇതിലൊക്കെ അനുഭവിക്കുന്നത് ആ കൊച്ചല്ലേ? നമ്മൾക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എനിക്കതിപ്പോ ഇല്ല, ലംഘിച്ച്, ഇല്ലേ? ഞാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ്, അതിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. അവർക്ക് സ്വാധീനമുണ്ട്, കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഈ പറയുന്ന കോൺഗ്രസിലൊരു നേതാവിനെ അടക്കം ഞാൻ പോയി കണ്ടിട്ട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. ഷിയാസ് എന്ന് പറഞ്ഞ DCC പ്രസിഡന്റിന് 3-4 പ്രാവശ്യം ഞാൻ അവിടെ കയറി ഇറങ്ങി. അയാൾക്ക് അറിയാം സത്യങ്ങൾ മൊത്തം. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ സത്യങ്ങൾ തുറന്ന് പറയും എന്നുള്ള രീതിയിൽ അതിൻ്റെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ഈ DCC പ്രസിഡന്റ് അവരുടെ അടുത്ത് പൈസ മേടിച്ചു എന്നുള്ള രീതിയിലാണ് എനിക്ക് പിന്നെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഫണ്ട് നല്ല രീതിയിൽ DCC പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പോസ്റ്റിൽ നിന്നൊന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പോസ്റ്റിൽ നിന്നൊന്നും മാറ്റാത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൃക്കാക്കരയിലെ BJPയുടെ ആളുകൾക്കുമൊക്കെ ഒരുപാട് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫണ്ട് പോയിട്ടുണ്ട്. മൊത്തം രീതിയിൽ നല്ല ഫണ്ട് പോയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ എവിടെ ചെല്ലണ്ട? അതിന് ഞാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടാണോ? എനിക്ക് അവരുടെ പോലെ പൈസ കൊടുക്കുന്ന എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു ന്യായമുണ്ടല്ലോ എല്ലാ കാര്യത്തിലും, ഇല്ലേ? അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നൂടേതാണ് ഞാൻ ചോദിക്കണത്. പിന്നെ ഞാൻ എൻ്റെ ഇപ്പോൾ പെൺകുട്ടികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കിയത് എല്ലാവരും എനിക്ക് വന്നിട്ടുള്ള അനുഭവം തന്നെയാണ്. ഞാൻ എൻ്റേതായുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇപ്പം. അപ്പോൾ പുറത്ത് പറയാത്ത കുറേ പേർക്ക് എൻ്റെ സെയിം അനുഭവങ്ങളാണ് ഇവരിൽ ഇതുപോലെയുള്ള ആൾക്കാരിൽ നിന്ന്, അതായത് മതം മാറാനുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ എനിക്കുണ്ടായ എന്താണോ അനുഭവം അത് തന്നെയാണ് അവർക്കും സെയിം രീതി തന്നെയാണ്. എന്തായാലും നിങ്ങൾ
ഞങ്ങളുടെ മുന്നിലെത്തി അല്ലേ. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പുറം ലോകം അറിയണമെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയത്. 100% ഞങ്ങൾ ഉറപ്പു തരുന്നു, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളെപ്പോലുള്ളൊരു ഞങ്ങളൊരു ഹൈന്ദവ സംഘടനയുടെ ഭാഗമായിട്ടുള്ളൊരു ചാനലാണ്. എന്തായാലും ഞങ്ങൾ 100% നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. എന്തായാലും ഇവർ കുടുക്കിയ ഈ കള്ളക്കേസുകൾ മൊത്തം തെളിഞ്ഞ് ഈ അലീഷാന എന്ന് പറയപ്പെടുന്ന ഈ കോൺഗ്രസ് നേതാവിൻ്റെ കപട മുഖം എന്തായാലും നമുക്ക് സമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കാം. അവൻ ഇത്തരക്കാരനാണെന്ന് തെളിയട്ടെ. അത് സമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എവിടെ പോയാലും നിങ്ങളൊരു ചീത്ത പെണ്ണാണ്, ഹണി ട്രാപ്പിൽ കൊടുക്കുന്ന വ്യക്തിയാണ്, പൈസ കിട്ടാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ യു ആർ എ ബ്രേവ് ഗേൾ, കാരണം യു ആർ എ ബ്രേവ് വിമൻ. കാരണം ഇത്രയും താണ്ടി ഇവിടെ വന്ന് ഞങ്ങളുടെ മുന്നിൽ എത്തിയില്ലേ, എത്രത്തോളം കഷ്ടപ്പെട്ടു. ഇവിടെ വരുന്ന ഓരോ സെക്കൻഡും ഇതിന് മുന്നേ വരെ, അതായത് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന തൊട്ട് മുന്നേ വരെ നിങ്ങൾ അവരുടെ ഒരു അവരുടെ വലയത്തിനുള്ളിലാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തെത്തി. ഇനി എന്തായാലും ഞങ്ങൾ 100% ഉറപ്പു തരുന്നു, നിങ്ങൾക്കൊന്നും പറ്റില്ല. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും സേഫായിരിക്കും. ഈ പറയപ്പെടുന്ന അലീഷാന എന്ന കോൺഗ്രസ് നേതാവിൻ്റെ കപടമുഖം സമൂഹത്തിന് മുന്നിൽ വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.